ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ചതായ ശ്രേഷ്ഠ വൈദികരെ പ്രത്യേകം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. ഞാൻ പെരുമ്പാവൂർ ആണ്, അവിടെ ധ്യാനകേന്ദ്രമുണ്ട്. യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലത്തുള്ള ധ്യാനകേന്ദ്രം. കോതമംഗലത്തുള്ള ഒരു ധ്യാനകേന്ദ്രമുണ്ട്, സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രം തുടങ്ങിയ ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. കൂടാതെ സഭയുടെ നെല്ലിമോളം സെൻറ്റ് മേരീസ് പള്ളിയിലാണ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥത നിലനിൽക്കുന്ന പ്രത്യേകതയുണ്ട്. ചെങ്കോലേന്തിയ മാതാവ്. ഒത്തിരി അനുഗ്രഹമാണ് മാതാവിൻ്റെ മധ്യസ്ഥത. ഒത്തിരി വരങ്ങളൊക്കെ ലഭിക്കാനിടയായത് കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ 10-18 വർഷം മുമ്പ് ക്ലാസ് എടുത്ത സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മാതാവിൻ്റെ മധ്യസ്ഥയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരങ്ങളെ ലഭിക്കുമെന്ന്. വലിയൊരു അനുഗ്രഹമായ സംഭവങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദിവസം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ചേർന്നിരിക്കാം. ആസ്വദിക്കാമോ? ഹല്ലേലൂയ. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടെയാണ് ദൈവമക്കൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുക. ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വേട്ടയാടപ്പെടുന്ന അവസ്ഥയിൽ അതിന് പരിഹാരം തരാൻ കഴിവുള്ള ഈശോ തമ്പുരാൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്നത്. ആ ദൈവിക കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് വളരെ യാചനയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതിനാദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹനിധികളായ നിങ്ങളുടെ ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. നമുക്കൊരു വാക്യം വായിച്ച് വളരെ വേഗത്തിൽ ഈ ചെറിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്നാണ്. പുറപ്പാട് 15-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാവോ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ മാറാ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടുത്തെ വെള്ളം അവർ കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കയ്പുള്ള വെള്ളമായിരുന്നു മാറായിലെ വെള്ളം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ അല്പമൊക്കെ വ്യത്യാസം കാണും. ഇവിടുത്തെ ബൈബിളൊന്ന് വായിക്കാവോ? അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അത് കയ്പുള്ളതായിരുന്നു. ഒരു നിമിഷം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് യാചനാപൂർവം പിടിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, മക്കളില്ലാത്ത അനുഭവങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. കുടുംബത്തിലെ ദുരിതങ്ങളും വേദനകളും കടഭാരങ്ങളും ആയിട്ട് കടന്നു വന്നിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, സകലത്തെയും അറിയുന്ന, സകലത്തെയും ഭരിക്കുന്ന പരിശുദ്ധനായ ഈശോയെ ആ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നിരന്തരമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനകള്, രോഗങ്ങള്, വിവിധങ്ങളായ മാരക രോഗങ്ങള്, ബുദ്ധിമുട്ടുകള്, മാനസിക അസ്വസ്ഥതകള്, മാനസിക രോഗങ്ങള്, മാനസിക ഭാരങ്ങള്, കുടുംബത്തിന്റെ കലഹങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, മക്കളില്ലാത്ത അനുഭവങ്ങള് എല്ലാം മാറ്റിത്തരുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കാതെ നട്ടെല്ലിന് പ്രയാസമുള്ളവരെ, ഷോൾഡറിന് പ്രയാസമുള്ളവരെ, കൈകാലുകൾക്ക് വേദന അനുഭവിക്കുന്നവരെ, അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച ഡിസ്ക് സംബന്ധമായ രോഗബാധകളുള്ളവരെ, കൈകൾക്ക് ബാധ രോഗത്താൽ ഭാരപ്പെടുന്നവരെ, വിധങ്ങളാൽ വേദനകളാൽ ഭാരപ്പെട്ട് ഞെരങ്ങുന്നവരെ, ഈ സ്ഥലത്തും ദൂരെയും ചാരിയും ഇരുന്ന് വചനം കേൾക്കുന്ന സകല മക്കളെയും ഈശോയുടെ അത്ഭുത കാര്യം തടയേണ്ടതിന് എല്ലാ മക്കളും കരങ്ങളിലേക്ക് കൊടുത്ത് കയ്പിനെ മധുരമാക്കുന്ന ഈശോയുടെ അത്ഭുതകരമായ സാന്നിധ്യം കണ്ടുകൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ സന്നിധിയിലേക്ക് ചേർന്ന് വന്ന് ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളിലേക്ക് താഴ്ത്തി തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ. പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം. അവര് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നുള്ള അവരുടെ യാത്രയെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചു കേൾക്കുന്നത്. അവർ വന്നു ചേർന്നത് മാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. 600,000 ആളുകൾ, ലക്ഷക്കണക്കിന് വരുന്നതായ ജനസമൂഹം അവിടെ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് അവിടുത്തെ വെള്ളം കുടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, കയ്പേറിയതായ ജീവിതങ്ങൾ നയിക്കുന്നതായ എത്രയോ ആളുകളാണ് ഈ ഭൂമുഖത്തുനിന്നുള്ളത്. എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും പ്രതിസന്ധികളായിട്ടും പ്രശ്നങ്ങളായിട്ടും ആകുല മനസ്സായിട്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടും ഒത്തിരി ഭാരപ്പെട്ട് വല്ലാത്ത ഞെരുക്കം അനുഭവിച്ച് കടന്നു പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന സമയത്ത് സങ്കീർത്തന പുസ്തകം 57:2 പറയുന്നത്, സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം, എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തിൽ തന്നെ എന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ആ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി തരുന്ന ദൈവത്തോട് ഈ ദിവസം പ്രാർത്ഥിക്കണം. നിയോഗങ്ങൾ, ഒരു 3 നിയോഗങ്ങളെങ്കിലും ഇന്ന് ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം നടത്തി തരും. അനേക മക്കൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു, അനേകരെ വിടുവിക്കുന്നു, അനേകരെ അനുഗ്രഹിക്കുന്നു. അനേകരുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കുന്നതായ സമയത്ത് പൊട്ടി തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കാണുകയാണ്. ദൈവമക്കളിൽ ഒരുപാട് ആളുകൾ അവിടെ വേദനകളുമായിട്ടാണ് പലപ്പോഴും കടന്നു വരിക. ആ സഹോദരി വല്ലാത്ത ഭാരത്തിലാണെന്ന് മനസ്സിലാക്കിയ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാളെ വിട്ട് അവരെ വിളിപ്പിച്ചു. എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാൻ വയ്യാതെ വണ്ണം അവർ കരയുകയാണ്. ഒക്കത്ത് ഒരു കുഞ്ഞുകുട്ടിയുണ്ട്, കയ്യിലൊരു മറ്റൊരു കൊച്ചുകുട്ടിയെ പിടിച്ചിട്ടുണ്ട്. കുഞ്ഞു പ്രായത്തിലെ 2 പ്രായം കുറഞ്ഞ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ കടന്നു വന്ന് ദൈവമക്കളെ കരയുന്നതിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞു മരിക്കാനായിട്ട് ചിന്തിച്ചു, ആഗ്രഹിച്ചു. അപ്പോഴാണ് മനസ്സിലൊരാശയം വന്നത്, ധ്യാനം കൂടാം, വചനമൊന്ന് കേട്ടിട്ടാകാം എന്ന് ചിന്തിച്ചാണ് കടന്നു പോകുന്നത്. എന്താണ് അങ്ങനെ മരിക്കണമെന്ന് ചിന്തിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, എന്നെയും ഈ 2 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഭർത്താവ്
മറ്റൊരു സ്ത്രീയെ പ്രേമിച്ച് അവളുമായിട്ട് പോയി. പിന്നീടാണ് ഞാൻ ഈ വിവരങ്ങൾ അറിയുന്നത്. ദിവസങ്ങളായി കാണാതെ വന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല. അവസാനം ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, നിന്നെയും ആ മക്കളെയും വേണ്ട എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ്. ഈ കുഞ്ഞു പിള്ളേരെ ഇട്ടിട്ട് പണിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ, കണ്ണുനീർ കയത്തിലായി ജീവിക്കുന്നതായ ആ സഹോദരിയുടെ വേദന വളരെ വലുതാണ്. അവരോട് ഇപ്രകാരം പറഞ്ഞു, സഹോദരി, ഈ കയ്പിൻ്റെ അനുഭവത്തിൽ നിന്നതിന് മധുരമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തി തരും. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ കരുണാമയനായ ദൈവം നിങ്ങളെ സ്പർശിക്കാതിരിക്കുകയില്ല. നിങ്ങളുടെ ഭർത്താവ് മടങ്ങി വരും. പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സങ്കീർത്തനം 57 വാക്യം വായിച്ചോളാൻ പറഞ്ഞു. സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം, എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തിൽ തന്നെ. ഗാഢമായ ഒരു വിശ്വാസം കടന്നു വരട്ടെ. എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരുവാനായിട്ട് മതിയായവനാണ് എന്ന് ഗാഢമായി വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിത്തരും. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ നടത്തും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥിച്ചവർ വീണ്ടും ധ്യാനത്തിനായി പോയി. ദൈവത്തിൻ്റെ വചനം ഇടപെടുകയാണ്. അവരെ നല്ലൊരു കുമ്പസാരം നടത്തി, നല്ലൊരു കൗൺസിലിംഗ് അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാന സമയത്ത് കടന്നു വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, തെറ്റിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവ സ്നേഹമാണ് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ഭർത്താവിനെ ആവോളം സ്നേഹിക്കുവാനോ പ്രണയിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. ആ സ്നേഹമെന്ന ദിവ്യായുധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്കെപ്പോഴും ദേഷ്യമായിരുന്നു, എനിക്ക് വാശിയായിരുന്നു, വൈരാഗ്യമായിരുന്നു, കോപമായിരുന്നു. പലപ്പോഴും ഞാൻ അരുതാത്ത വാക്കുകളാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി സമാധാന ഭംഗം ഞാൻ വരുത്തിയിരുന്നു. സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്നുള്ളതായ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ഈ ധ്യാനത്തിൽ അത് കേട്ടപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ദൈവമക്കളെ, അനുതാപ ഹൃദയത്തോടെയാണ് പിന്നീട് അവർ കരയുന്നത്. സഹോദരി, നിങ്ങളുടെ ഭർത്താവ് ഉറപ്പായിട്ടും മടങ്ങി വരും. പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം, എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തിൽ തന്നെ. മാറായിലെ വെള്ളം അത് മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ സാധ്യമാണ്. നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റിത്തരുവാനായിട്ട് അവന് സാധ്യമാണതുകൊണ്ട് സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം നടത്തി തരും. ആ ധ്യാനം കഴിഞ്ഞ് അവർ കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വച്ച ഒരു അത്ഭുതം നടന്നു വെച്ച എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ മടങ്ങി വന്നോട്ടെ എന്നോട് ചോദിച്ചു. ഞാൻ മടങ്ങി വന്നോട്ടെ എന്നോട് ചോദിച്ചു എന്ന്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ആ കൂടെ പോയ സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് നിങ്ങൾ പൊക്കോ, ഇനി നമുക്കൊരുമിച്ച് താമസിക്കണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ പോയി എന്നാണ് പറയുന്നത്. ഒത്തിരി കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ജീവിതത്തിലെ വ്യക്തമായ സമർപ്പണം, ദൈവ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവരെ ദൈവം സ്പർശിക്കുകയാണ്. ആ മനുഷ്യൻ മടങ്ങി വന്ന് അദ്ദേഹം ധ്യാനത്തിനായിട്ട് രണ്ടുപേരും കൂടെ കടന്നു വരികയാണ്. അദ്ദേഹത്തോടും ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അറിയില്ല അച്ഛാ, ഞാൻ അങ്ങനെ വശീകരിക്കപ്പെട്ട് അങ്ങനെ കടന്നുപോയി എന്നാണ്. ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കാതെ ദൈവകൃപ നഷ്ടപ്പെട്ട്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട്, അശുദ്ധിയുടെയും വ്യഭിചാരത്തിൻ്റെയും പിന്നിലായി ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞതായ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ പുനഃസ്ഥാപിക്കുകയാണ്. തെറ്റിപ്പോയി, ഒരിക്കലും ഇനി ദോഷങ്ങളിലേക്കില്ല. ആ രണ്ട് കുഞ്ഞുങ്ങളെയും ആറോട് ചേർത്ത് പിടിച്ച് കരയുകയാണ്. വലിയ ദിവ്യമായ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ
ദൈവമക്കളെ, കയ്പ് നിറഞ്ഞതായ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു മാറായുടെ അനുഭവത്തിൽ നിന്ന് അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളാണ് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്നത്. പരിഹരിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം ഈശോയുടെ സന്നിധിയിലാണ്. സമാധാന പ്രഭു എന്നാണ് ഈശോ ജനിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേയുള്ള പ്രവചനം. ആ സമാധാന പ്രഭു ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നാൽ, അവൻ ഹൃദയത്തിൽ വാഴാൻ തുടങ്ങിയാൽ, അവൻ ഹൃദയത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, രക്ഷിതാവും കർത്താവും നാഥനുമായി അകത്തേക്ക് കടന്നു വന്നാൽ അവിടെ വലിയ അനുഭവം വരികയാണ്. ദൈവസ്തുതി വരികയാണ്. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അധരങ്ങൾ ഉയരുകയാണ്. ദൈവകൃപ ജീവിതത്തിൽ വ്യാപരിക്കുകയാണ്, കുടുംബത്തിൽ വ്യാപരിക്കുകയാണ്. ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും സമർത്ഥമായി ലഭിക്കുകയാണ്. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. വലിയ വിടുതലും വലിയ അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് നിറപടിയായി കടന്നു വരികയാണ്. ധ്യാനത്തിന് വന്നതായ ഒരു സഹോദരി, അവളുടെ ജീവിതത്തിൽ വലിയ കണ്ണുനീരാണ്. അവൾ ചോദിച്ചപ്പോൾ പറയുന്ന, അച്ഛാ, ജീവിതം മുഴുവൻ കയ്പ് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെ ലഭിക്കണമെന്ന്. പക്ഷേ തെറ്റിപ്പോയി. പലപ്പോഴും അന്വേഷിച്ചിട്ടും അതൊന്നും മനസ്സിലായിരുന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് തികഞ്ഞ ഒരു മദ്യപാനിയാണ്. പലപ്പോഴും തടുത്തു നോക്കി, അരുതേ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. അവസാനം മദ്യപിച്ച് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോയി. ഒരു ആൺകുഞ്ഞ് അവർക്ക് ജനിച്ചു. ഏറെ നാളുകൾ കഴിയുന്നതിന് മുമ്പേ കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ, ദൈവമക്കളെ, ഈ മദ്യപാനത്തിൻ്റെ എഫക്റ്റിൽ ലിവർ തകർന്ന് ശരീരം നശിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കടന്നുപോയി. കണ്ണുനീരിലായി, ഒരു വിധവയായി. കയ്പ് നിറഞ്ഞ ജീവിതമാണച്ചാ. അന്നു മുതൽ ഇന്നയോളം വലിയ ദുഃഖത്തിലും ഭാരത്തിലും നെടുവീർപ്പിലുമാണ് ഞാൻ കഴിയുന്നത്. ആ മകനെ ഞാൻ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ അവന് 16 വയസ്സായി. 14 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ കഷ്ടതയുടെ ജീവിതം. കൂലിപ്പണി ചെയ്ത് ഞാൻ മകനെ വളർത്തി. ആ വളർന്നു വന്നതായിരിക്കുന്ന ആ മകൻ, അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ വ്യത്യാസങ്ങളായി. അവൻ മദ്യപിക്കാൻ തുടങ്ങുന്നു, പുകവലിക്കാൻ തുടങ്ങുന്നു. ചീത്ത കൂട്ടുകെട്ടുകാർ, അരുതാത്ത വാക്കുകൾ പറയുന്നു, അനുസരണമില്ലാത്ത ശീലങ്ങൾ അവനിൽ കടന്നു വരുന്നു. അവനെ ശാസിച്ചു നോക്കി, കടുത്ത വാക്ക് പറഞ്ഞു നോക്കി, എന്തെല്ലാം ചെയ്തിട്ടും അവനെ രൂപാന്തരപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം കയ്പ് നിറഞ്ഞതാണ്, വേദന നിറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ സഹോദരി വിങ്ങി വിങ്ങി കരയുകയാണ്. സഹോദരി, ദൈവം അത്ഭുതം നടത്തും. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ തിരുസുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും ആ ഫലം നിലനിൽക്കുവാനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ആ ഫലം നിങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുവാനായിട്ട് തന്നെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യം ഒന്ന് ധ്യാനിച്ചോളാൻ പറഞ്ഞു. അവിടെ ജീവിതത്തിൽ ആ വാക്യം ധ്യാനിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിറവാർന്ന ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരാ വാക്യം നിരന്തരമായി ധ്യാനിക്കാൻ തുടങ്ങി. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ടാണ്. അവർ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയാണ്. അവർ നല്ലൊരു കുമ്പസാരം നടത്തുകയാണ്. ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ, പാപങ്ങളെല്ലാം കണ്ടെത്തുകയാണ്. ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അതിനുശേഷം കടന്നു വന്നിട്ട് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അച്ഛാ, എൻ്റെ കുടുംബത്തിൽ തെറ്റിപ്പോയത് ഞാനാണ്. അരുതാത്ത വാക്ക് പറഞ്ഞ് ഞാനാണ്. സമാധാനം കൊടുക്കാത്തവൾ ഞാനാണ്. ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ സ്നേഹത്തെ അത് സ്വീകരിക്കാൻ പറ്റാതെ, സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ, സ്നേഹത്തിൽ സംസാരിക്കാൻ പറ്റാതെ, സമാധാനം ആർക്കും കൊടുക്കാൻ പറ്റാതെ ലോകത്ത് ജീവിച്ചവൾ ഞാനാണ്. എൻ്റെ ജീവിതത്തിലാണ് തെറ്റുള്ളത്. ഞാൻ എൻ്റെ ഭർത്താവിന് സമാധാനം കൊടുത്തിട്ടില്ല.
മദ്യപാനിയാണെന്ന് മനസ്സിലായപ്പോൾ മുതൽ എനിക്ക് മുഷിച്ചിലായിരുന്നു, എനിക്ക് നീരസമായിരുന്നു, എനിക്ക് പകയായിരുന്നു, വെറുപ്പായിരുന്നു. ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഞാൻ അകന്നാണ് കഴിഞ്ഞത്. അത് അദ്ദേഹത്തെ ഒത്തിരി പാപത്തിലേക്കും ദോഷത്തിലേക്കും തള്ളിവിട്ടു. ഞാൻ ഇന്നറിയുകയാണ്. ബഹുമാനം കൊടുക്കാനോ സ്നേഹം കൊടുക്കാനോ ആ കരുതൽ കാണിക്കാനോ ചേർത്ത് നിർത്താനോ എനിക്ക് കഴിഞ്ഞില്ല. നല്ല വാക്ക് പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിലാണ് തെറ്റിപ്പോയത് എന്നവർ കണ്ടെത്തുകയാണ്. ഓരോ മനുഷ്യനും വ്യക്തമായ ബോധ്യങ്ങൾ തരുന്നതായ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ആരൊക്കെയാണോ ശ്രദ്ധയോടെ നോക്കുന്നത് അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അവിടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. സഹോദരി, നിങ്ങളുടെ മകൻ തിരിച്ചു വരും. നിങ്ങളുടെ മകൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ പുണ്യപിതാവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ഏറ്റവും മോശമായ രീതിയിൽ കടന്നുപോയി എങ്കിൽ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ വചനം കേട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയുടെ കണ്ണുനീര്, അമ്മ മോണിക്കയുടെ കണ്ണുനീര് ഈ മകൻ്റെ വലിയ മനസ്സാന്തരത്തിനിടയാക്കിയെങ്കിൽ അത് കേട്ടതായ അവിടെ ഉള്ളം വിതുമ്പുകയാണ്. ദൈവമേ, തെറ്റിപ്പോയി. ഞാൻ എൻ്റെ മകനോട് കടുത്ത വാക്ക് പറയുക മാത്രമായിരുന്നല്ലോ. അവന് സമാധാനം കൊടുത്തില്ല, അവന് സ്നേഹം കൊടുത്തില്ല, അവന് ആ വാത്സല്യം കൊടുത്തില്ല, അവനെ ഒന്നും ആരോട് ചേർത്ത് നിർത്തിയില്ല. ചെറുപ്പകാലത്ത് കിട്ടിയ അവന് ആ സ്നേഹം ഇന്ന് കിട്ടാതെ പോയി. അമ്മയിൽ നിന്ന് കിട്ടേണ്ടതായ ആ സ്നേഹവും ആ വാത്സല്യങ്ങളും അവന് കിട്ടാതെ പോയി. എൻ്റെ ഭാഗത്താണല്ലോ തെറ്റ്. കഠിനമായ വാക്ക് ഞാൻ പറഞ്ഞു, ശാപവാക്കുകൾ ഞാൻ പറഞ്ഞു, എല്ലാം തെറ്റിപ്പോയി എന്നവർ കണ്ടെത്തുകയാണ്. വലിയൊരു അഭിഷേകത്തോടെയാണ് അവർ ധ്യാനം കഴിഞ്ഞ് കടന്നു പോകുന്നത്. അവിടെ ഉള്ളിൽ വലിയൊരു ആനന്ദമായിരുന്നു. അവർ വാടിയ മുഖത്തോടെയാണ് കടന്നു വന്നത്. എന്നാൽ അവർ തിരിച്ചു പോകുന്നു വലിയ നിറവുള്ളവളായിട്ടാണ് കടന്നു പോകുന്നത്. അത്ഭുത പ്രകാശമായിരിക്കുന്ന സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവ് അവിടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്ന് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അവരെ ഭവനത്തിലേക്ക് കടന്നുപോയിട്ട് പ്രിയപ്പെട്ടവരെ, ആ അമ്മയെ ഈ മകൻ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. എപ്പോഴും കരയുന്ന അമ്മ, എപ്പോഴും വേദനിക്കുന്ന അമ്മ, മുഖം വാടിയിരിക്കുന്ന അമ്മ, ഒരിക്കലും സന്തോഷിച്ച് കാണാത്ത അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം. ആ മകൻ ശ്രദ്ധിക്കുകയാണ്. അമ്മ മകൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. മോനെ, നിനക്ക് സുഖമല്ലേ ചോദിച്ചു. അവന് വേണ്ടിയിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ആ മകൻ അത്ഭുതപ്പെടുകയാണ്. വലിയൊരു വ്യത്യാസം കാണുകയാണ് അമ്മയിൽ. അന്ന് രാത്രി പാതിരാത്രിയിൽ അവൻ്റെ ഷോൾഡറിലാരും മുട്ടുന്ന പോലെ അവന് ഫീൽ ചെയ്തു. അവന് ഉറക്കമെഴുന്നേറ്റു. ആരോ എഴുന്നേൽപ്പിച്ചല്ലോ. അവ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ സ്വരമാണ് കേൾക്കുന്നത്. ഈ രാത്രിയിൽ പാതിരാ സമയം ആരാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയാൻ അവനാ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ 2 മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു പായ് വിരിച്ച് മുട്ടുകുത്തിയൊന്ന് കരങ്ങൾ യാചനാപൂർവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തൻ്റെ അമ്മയാണ് ഈ മകൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മകൻ അത്ഭുതത്തോടെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. എൻ്റെ മോനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, എൻ്റെ മോൻ്റെ ജീവിതം ഭാവി ജീവിതമെല്ലാം അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പറഞ്ഞ് ആത്മനിറവോടെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിലും എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണോ? എൻ്റെ അമ്മ ഈ കാലം വരെ എന്തെല്ലാം കഷ്ടതകളാണ് ഏറ്റത്, ദുരിതങ്ങളാണ് ഏറ്റത്, പീഡനങ്ങളാണ് ഏറ്റത്. അപ്പൻ്റെ ഉപദ്രവങ്ങൾ, അപ്പൻ്റെ മദ്യപാനം, അപ്പൻ്റെ മരണം, ആ ജീവിതത്തിലെ കടഭാരങ്ങൾ, ദുരിതങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ അമ്മയെ ഒത്തിരി കണ്ണുനീര് വീഴ്ചല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ മകൻ നിലവിളിക്കാൻ തുടങ്ങി. അമ്മ മുട്ടുകുത്തിയ സ്ഥലത്ത് ഈ മകൻ മുട്ടുകുത്തി. അവൻ വിളിച്ചെൻ്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ആ സ്വരം കേട്ടതായ അമ്മ തിരിഞ്ഞു നോക്കി.
നാളുകളായി പ്രാർത്ഥനയില്ലാതെ ആരാധനയില്ലാതെ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയതായ മകൻ ഇന്ന് അരികത്ത് മുട്ടുകുത്തി ദൈവമേ എന്ന് വിളിക്കുകയാണ്. അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെ കാൽപാദത്തിങ്കിലേക്ക് വീണ് കിടന്ന് കരയാനായിട്ട് തുടങ്ങി. അവന് നിലത്ത് വീണ് കിടന്ന് അമ്മയുടെ കാലിൽ പിടിച്ചമ്മേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. ദൈവിക വചനത്തിൻ്റെ നിറവിലേക്ക് അവൻ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ആ അമ്മയുടെ കരം ഈ മകൻ്റെ ശിരസിൻ മുകളിൽ വന്നു. മോനെ, നീ അനുഗ്രഹിക്കപ്പെടും മോനെ, എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ, യാക്കോബ് യോസേഫിനെയും യോസേഫിൻ്റെ കൊച്ചുമക്കളെയും അനുഗ്രഹിച്ചതുപോലെ വലിയ അനുഗ്രഹമാണ് അവിടെ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ വ്യത്യാസങ്ങൾ വരികയാണ്. അവൻ ഭക്തിയുള്ളവനായി കൃപയുള്ളവനായി മാറുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകളാണ് തകർന്നുടഞ്ഞ് കടന്നു പോയിരിക്കുന്നത്. സ്നേഹമില്ലാതെ, ഭക്തിയില്ലാതെ, കൃപയില്ലാതെ, മാതാപിതാക്കളോട് ബഹുമാനമില്ലാതെ, അവരെ അനുസരിക്കാതെ, ഭക്തിയുടെ ജീവിതമില്ലാതെ, ആരാധനയില്ലാതെയും വിശുദ്ധ കുർബാന അനുഭവിക്കാതെയും അഭക്തി നിറഞ്ഞതായ ജീവിതമായി അനേകർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ദുഃഖിക്കുകയല്ലേ? ഒരു പാപി മാനസാന്തരപ്പെട്ട സ്വർഗത്തിൽ ആർപ്പുവിളിയുണ്ടാകുമെന്ന് കർത്താവ് മിശിഹാ തമ്പുരാൻ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അനുതപിക്കുന്ന അനുതാപക്കാരോട് കരുണ തോന്നുന്നവൻ നമ്മുടെ അരികത്ത് കടന്നു വന്നിട്ടുണ്ട്. എത്രയോ ജീവിതങ്ങളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമാക്കിയവനാണ് ഇന്ന് അനുഗ്രഹീതമായ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ ദൈവത്തെ കാണുന്നവർ വലതുകരമുയർത്തി 3 ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. മനസ്സിൻ്റെ അസ്വസ്ഥതകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങളെല്ലാം ഏറ്റെടുത്ത് രക്ഷിക്കുന്നവൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ മക്കളിരിക്കുമ്പോൾ അവരെയെല്ലാം അനുഗ്രഹിക്കുന്ന ആ ദിവ്യനായിരിക്കുന്ന ഈശോയുടെ രൂപം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ട് പ്രാർത്ഥിക്കുക. തകർന്ന് കിടക്കുകയാണ്, കൈപ്പേറിയ ജീവിതമാണ്, പലപ്പോഴും മരിക്കണമെന്നുള്ള ചിന്തയാണ് അകത്ത് വന്നത്. ഈശോയെ, ഞാൻ തെറ്റിപ്പോയി, സന്നിധിയിൽ തെറ്റിപ്പോയി, പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോയി, നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നില്ല, ആ സ്നേഹം എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല, അത് പലർക്കും കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല, മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറ്റിയില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റിയില്ല, ഭർത്താവിനെ ബഹുമാനിക്കാൻ പറ്റിയില്ല, പ്രാർത്ഥന ആരാധന കാര്യങ്ങളിലെല്ലാം ഞാൻ തെറ്റിപ്പോയി എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞൊന്ന് മുഖത്തപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. ഒത്തിരി മക്കള് മനസ്സിൻ്റെ അസ്വസ്ഥകളുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, നമ്മുടെ ഭാരത്തെ അറിയുന്ന ഈശോ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഈശോ എന്താ പറഞ്ഞത്? ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ആകുലചിത്തരായി മനസ്സിൽ വലിയ ടെൻഷനുമായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈശോയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നവൻ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഒന്ന് കണ്ടിട്ട് അവനെ സ്തുതിക്കണം. എൻ്റെ ഈശോയെ, നിനക്ക് സ്തുതി എന്ന് പറയണം. എൻ്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പറയണം. മക്കളുടെ ഭാവി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം. ഏതെല്ലാം തടസ്സങ്ങളാണോ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത്, ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരും. ചില ആളുകൾ തകർന്നു പോകാൻ കാരണമുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ജീവിതത്തിൽ ഗതിയില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, തകർച്ചകളാണ്, അപകടങ്ങളാണ്, അനർത്ഥങ്ങളാണ്, ദോഷങ്ങളാണ്, കെടുതികളാണ്, കടഭാരങ്ങളാണ്, ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കരകയറാൻ പറ്റുന്നില്ല. ഓ, ദിവ്യ സ്നേഹത്തിൻ്റെ അരികത്തല്ലേ അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഈശോ അദ്ദേഹത്തോട് ഇടപെടുകയാണ്, അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ദൈവമേ, ഈ മകൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയ്ക്ക് കാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നീ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ദേശത്തെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. എവിടെയെങ്കിലും കൽപ്പനാ ലംഘനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ടോ? ഒരു നിമിഷം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ ഒരു സന്ദേശം അദ്ദേഹത്തോട് ചോദിച്ചു. ഒരു പ്രായമായ ഒരു സ്ത്രീ വയറ് പൊത്തി നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ് അറിയാമോ? അതേ അച്ഛാ, അതിൻ്റെ കാരണം ഞാനാണ്. മദ്യപിച്ച് ലക്ക് കേട്ട് വീട്ടിലേക്ക് കടന്നു വന്നതായ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, മോനെ മദ്യപിക്കരുത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഭരിക്കാറായോ തള്ളേ എന്ന് വിളിച്ച് ആ അമ്മയെ കാലുയർത്തി തൊഴിച്ചു. വയറിന് തൊഴിയേറ്റതായ അമ്മ തെറിച്ച് വീണ് വയറ് പൊത്തി നിലവിളിക്കുമ്പോൾ അമ്മയെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയ ദുഷ്ടനാണെന്ന് പറഞ്ഞ് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അമ്മയുടെ ശാപം മക്കളുടെ ഭവനത്തിൻ്റെ അടിത്തറ ഇളകികളയും. 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തിന് ബലവത്തായ കോട്ടയാണ്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ശിരസ്സിൽ വന്നിട്ടുണ്ടോ? ഒരു കുഞ്ഞു വാക്കുമതി അനുഗ്രഹിക്കപ്പെടാൻ. മകളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നല്ലത് വരട്ടെ മകനേ എന്ന് അപ്പനോ അമ്മയോ പറയാനിട വന്നിട്ടുണ്ടെങ്കിൽ, അതോടെ ഉള്ളിൽ നിന്ന് കടന്നു വന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവൻ തലമുറകളോളം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ പ്രാപിക്കാനായിട്ട് പറ്റും. നിശ്ചയമായിട്ടും ദൈവിക അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് അനേകം ആളുകളെ കൊണ്ടുവരുന്നവിടെ ജീവിതമാണ്. ദൈവത്തോടടുത്ത് വരുന്ന, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളുണ്ട്. ഒരമ്മയെ എങ്ങനെയാണ് തൊഴിക്കാൻ പറ്റുന്നത്? 9 മാസവും ചില്ലറ ദിവസങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഗർഭലോകത്ത് കിടന്നതായ മകൻ എങ്ങനെയാണത് കഴിഞ്ഞത്? അമ്മ കാണുന്നത് കാണാനും, അമ്മ കേൾക്കുന്നത് കേൾക്കാനും, അമ്മ ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കാനും, അമ്മ ശ്വസിക്കുമ്പോൾ ശ്വസിക്കുവാനും, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനും, അമ്മ ആരാധിക്കുമ്പോൾ ആരാധിക്കുവാനും, ആ അമ്മയും ഈ കുഞ്ഞുമായിട്ടൊരു കേബിൾ വയറിട്ടിട്ടുണ്ട്. അതിൽ കൂടെ സകല അനുഭവങ്ങളും നന്മയും തിന്മയുമാവുന്ന സകല അനുഭവങ്ങളും ഈ കുഞ്ഞിലേക്ക് പകർന്നു കൊടുത്തതായിരിക്കുന്ന അമ്മ പ്രസവിക്കുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന വേദന ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന. ആ നൊന്ത് പ്രസവിച്ചതായ അമ്മയെ തൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ, പ്രിയപ്പെട്ടവരെ, എഫക്റ്റ് എന്തായിരിക്കും? എങ്ങനെയാ ഗതി പിടിക്കുക? എങ്ങനെയാ രക്ഷപ്പെടുക? സഹോദര, ദൈവം നിന്നെ സ്പർശിക്കും. തകർന്ന് കരയുകയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം തൻ്റെ പാപങ്ങളെല്ലാം ഓർത്ത് ഒത്തിരി കുമ്പസാരിച്ച് പാപങ്ങളെ മുഴുവൻ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് കടന്നു പോകുന്ന അമ്മയുടെ അടുത്തേക്കാണ്. അമ്മയുടെ ആ കാലിൽ വീണ് കിടന്ന് കരയുകയാണ്. അമ്മേ, ഈ ദുഷ്ടനോട് ക്ഷമിക്കണം അമ്മേ. അമ്മയെ തൊഴിച്ചതായ പാപിയോട് ക്ഷമിക്കണം അമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അമ്മ പറഞ്ഞു, മോനെ, നിന്നെ പ്രസവിച്ചപ്പോൾ ഉണ്ടായ വേദനയുടെ ഒരു അംശം പോലും നീ എന്നെ തൊഴിച്ചപ്പോൾ ഉണ്ടായില്ലല്ലോ മോനെ, നീ എഴുന്നേൽക്കടാ എന്ന് പറയുക. ഇല്ല, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എഴുന്നേൽക്കില്ല. അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ദൈവമക്കളെ അവൻ തുടിക്കുകയാണ്. അമ്മയവനെ ഷോൾഡറിൽ പിടിച്ച് മുട്ടിന്മേൽ നിർത്തി. അമ്മയുടെ കരമോൻ്റെ ശിരസിന് മുകളിൽ വന്നു. മോനെ, നിനക്ക് നല്ലത് വരട്ടെ മോനെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ മോനെ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട മോനെ എന്ന് പറഞ്ഞ് അമ്മയവനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ തുള്ളികൾ ഒഴുകുകയാണ്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഭവമല്ലേ? പ്രായാധിക്യത്തിൽ അപ്പനെയും അമ്മേനെയും തള്ളിക്കളയുന്നവർ, അനാഥാലയങ്ങളിലാക്കുന്നവർ, പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്തവർ, യാതൊന്നും ശ്രദ്ധിക്കാത്തവർ, ഒരു വാക്കുപോലും മിണ്ടാത്തവർ, അവിടെ വസ്തുവകൾ ചോര നീരാക്കി പണിയെടുത്ത സമ്പത്തുമെല്ലാം അതിൻ്റെ എല്ലാം ഓഹരിക്കാരായി മാറിയിട്ട്
സ്വന്തം സുഖങ്ങളിൽ മാത്രം അർമാദിച്ച് നടക്കുന്നതായ എത്രയോ മക്കൾ ഈ ഭൂമുഖത്ത് ഈ കാലഘട്ടങ്ങളിലുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുമ്പോൾ ഇന്ന് പഴുത്തയില വീഴുമ്പോൾ നാളെ പച്ചയില, ഇന്ന് കാണുന്ന പച്ചയില പഴുത്തു വീഴും എന്നുള്ള തിരിച്ചറിവില്ല. ഒരു മരണം സകല ആളുകളുടെയും മുമ്പിലുണ്ട് എന്നുള്ളതായി ചിന്തയില്ല. ഒരു ന്യായവിധി മനുഷ്യർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയില്ല. ശപിക്കപ്പെട്ടവരായി, ദൈവകൃപയില്ലാത്തവരായി, വലിയ ദോഷങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ യാതൊരു നന്മ പ്രവർത്തികളുമില്ല. ഒരു പാവപ്പെട്ടവനും കൺമുന്നിലില്ല. ആർക്കും ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല, ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പനെയും അമ്മേനെയും തള്ളിക്കളയുന്ന ഒരുവന് ഈ ലോകത്തും മറ്റാരെയും സഹായിക്കാനോ സ്നേഹിക്കാനോ ഒരു നന്മ പ്രവർത്തിക്കോ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, കയ്പ് നിറഞ്ഞതായ ജീവിതങ്ങളെ മധുരമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഇവിടെ നീട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് കാണുന്നത്? അനേക മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം നമ്പുരാൻ പ്രവർത്തിക്കുകയാണ്. സാധു കൊച്ചു ഉപദേശിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ ദൈവവേല ചെയ്ത് ഓടി നടക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ തന്നെ കണ്ടിട്ടും കാണാതെ പോകുന്ന ചില ആളുകളെ കാണുമ്പോൾ മുകളിലേക്ക് നോക്കും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്നാണ് കടന്നു വരുന്നത് എന്ന ആ വചനം ധ്യാനിക്കും. സഹായക്കാരൻ മുകളിലാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ പെയ്തിറങ്ങുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം തൻ്റെ ഉള്ളിൽ ആത്മനിറവോടെ പാടിയ ഒത്തിരി പാട്ടുകൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പാടുന്നത്: ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ആരും സഹായമില്ലാതെ എല്ലാവരും കണ്ടും കാണാതെയും കടന്നു പോകുന്നവരാണ്. പക്ഷേ എനിക്കൊരു സഹായകൻ എനിക്ക് ഉന്നതങ്ങളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, എങ്ങോട്ടാണ് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്? എൻ്റെ സഹായം വരുന്നത് ഉന്നതങ്ങളിൽ നിന്നാണ്, ഉന്നതങ്ങളിലെ പർവ്വതങ്ങളിൽ നിന്നാണ്. ആ സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്നതായ എൻ്റെ ദൈവത്തിൽ തന്നെ. സങ്കീർത്തനം 57:2 നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പതിയണം. സഹായങ്ങൾക്കായിട്ട് നിലവിളിക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഉറപ്പായിട്ടും വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവര് പിറുപിറുക്കുകയാണ്. വെള്ളം കയ്പായപ്പോൾ അവര് പിറുപിറുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയ്ക്കെതിരെ, ദൈവത്തിൻ്റെ പ്രവാചകനെതിരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ പിറുപിറുക്കുകയാണ്. ഈ മിസ്രയീം ദേശം ഞങ്ങളവിടെ കൊണ്ടുവന്നു, ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ദൈവം ക്രമീകരിച്ച ക്രമീകരണങ്ങളെ ധിക്കരിക്കുകയാണ്. പെറുപെറുപ്പ് പറയുകയാണ്, ആവലാതി പറയുകയാണ്, മുഷിച്ചിലകൾ വരികയാണ്, കുറ്റപ്പെടുത്തുകയാണ്, വിധിക്കുകയാണ്, നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, കഠിന വാക്ക് പറയുകയാണ്. പലരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ കെടുതികളും നഷ്ടങ്ങളും കോട്ടങ്ങളും കടന്നു വരാനുള്ള കാരണം എന്നാണെന്നറിയാമോ? അവിടെ വായിലെ വാക്കുകളിലെ പ്രശ്നങ്ങളാ. എങ്ങോട്ടാണ് സംസാരിക്കുന്നത് ചിലർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, പെറുപെറുപ്പുകാരായി മാറിയപ്പോൾ അഗ്നിസർപ്പങ്ങൾ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ദോഷം വരുത്തുകയാണ്. ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തനെതിരെയും പെറുപെറുപ്പ് നടത്തിയപ്പോൾ, അരുതാത്ത വാക്ക് പറഞ്ഞപ്പോൾ, ദൂഷണ വാക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ ശിക്ഷ സ്വർഗത്തിൽ നിന്ന് വന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു പെറുപെറുപ്പുകാരായി മാറിയപ്പോൾ മോശ ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? ഈ വിശ്വാസത്തിൻ്റെ പരിശോധന ജീവിതത്തിലേക്ക് ഏത് വ്യക്തികൾക്കും കടന്നു വരുമ്പോൾ അവിടെ തളർന്ന് താളടിയായി പോവുകയല്ല ചെയ്തത്. അദ്ദേഹം നെടുമ്പാട് വീണു കിടന്ന് ദൈവത്തോട് നിലവിളിച്ചൊരു മധ്യസ്ഥം വഹിക്കുകയാണ്.
ദൈവമേ, ഈ ജനത്തിന് കുടിക്കാനുള്ള ഈ വെള്ളം കയ്പാണ്. വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മാറാ രോഗങ്ങളെ മാറ്റിത്തരുന്ന ദൈവം ജീവിക്കുന്നവനല്ലേ? ഡോക്ടർമാർ വേണ്ട എന്ന് പറയുന്നില്ല, വേണം. പക്ഷേ ദൈവമാണ് സൗഖ്യം തരുന്നവൻ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, അനേകർക്ക് സൗഖ്യം കൊടുത്ത് പിടിവിക്കുന്നവൻ്റെ കരങ്ങൾ കൊടുക്കണം. നീ വൈദ്യന്റെ സഹായം തേടുക എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമാണ്. പക്ഷേ നമ്മുടെ സഹായം യഥാർത്ഥമായ സഹായം ഇവിടെ നിന്നാണ്. വൈദ്യൻ വിചാരിച്ചാലും എല്ലാവരും രക്ഷപ്പെട്ടുള്ളൊന്നില്ലല്ലോ. അരുതാത്ത വാക്ക് പറഞ്ഞതായി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അരുതാത്ത വാക്കുണ്ടോ? ജീവിതത്തിലെ സകല നന്മകളും നഷ്ടപ്പെടുത്തുന്നതായ വാക്കുകൾ. വീട്ടിനകത്ത് പെറുപെറുപ്പുണ്ടോ? അമ്മാവിയമ്മയോട്, മരുമക്കളോട്, മക്കളോട്, കുഞ്ഞുങ്ങളോട് അരുതാത്ത ശാപവാക്കുകൾ പറയുന്നുണ്ടോ? കഠിനമായ വാക്കുകൾ പറയുന്നുണ്ടോ? വേദനിപ്പിക്കുന്നുണ്ടോ? സമാധാനം കെടുത്തി കളയുന്നുണ്ടോ? അതെല്ലാം പരാജയങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. മോശ അവിടെ നിലവിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിക്കുന്നത് പുറപ്പാട് പുസ്തകം 15-25 വാക്യം, അവൻ യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിക്കുകയാണ്. പ്രതിസന്ധി വന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിലൊന്ന് മുട്ടുമടങ്ങണം. പ്രതിസന്ധികളുടെ നടുവിൽ വിജയം തരുന്ന എൻ്റെ ഈശോ ജീവിക്കുന്നവനാണ്. അവൻ എൻ്റെ അരികത്ത് കടന്നു വന്നിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ ഒറ്റ വിളിക്ക്. ഈശോയെ എന്തെന്ന് വിളിക്കണം. വലത് കരം ഉയർത്തി നിങ്ങളുടെ എല്ലാ ഭാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കാം. എൻ്റെ ഈശോയെ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വിളിച്ച് എൻ്റെ ഈശോയെ, സൗഖ്യമാക്കുന്ന എൻ്റെ ഈശോയെ, വിടുതൽ തരുന്ന എൻ്റെ ഈശോയെ, ആത്മനിർവ്വ തരുന്ന എൻ്റെ ഈശോയെ, പാപബോധ്യം തരുന്ന എൻ്റെ ഈശോയെ, സ്വർഗത്തിന്റെ ഏകവാതിലായ എൻ്റെ ഈശോയെ, യേശുവേ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞൊരിക്കൽ കൂടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, സഹായത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളി പെനിയേലിൽ വെച്ച് യാക്കോബ് ഒരൊറ്റ നിലവിളിക്കുകയാണ്. എന്തിനാണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ് പറയുന്നത്. അവിടെ രാത്രി മുഴുവനും ദൈവദൂതനുമായി മല്ലയുദ്ധം നടത്തി. ആരും ജയിച്ചില്ല. നേരം വെളുക്കാറായപ്പോ വെളിച്ചം വന്നു. എന്നെ വിടുക എന്ന് ദൂതൻ പറഞ്ഞപ്പോ, ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല, നിന്നെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടുകയില്ല. ചില സ്ഥാനങ്ങളൊക്കെ അനുഗ്രഹം കൊടുക്കാൻ കഴിവുള്ള സ്ഥാനങ്ങളാണ്. ദൈവം നിർത്തിയതായ ചില സ്ഥാനങ്ങളാണ്. അവിടെ നിന്നൊരു അനുഗ്രഹം വാങ്ങാനായിട്ട് സാധിച്ചാൽ അതൊരു വലിയ സംഭവമായി മാറുകയാണ്. അവിടെ വലിയൊരു അനുഗ്രഹം കൊടുത്തു. ഇസ്രായേൽ എന്ന പേര് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവന് തലമുറകളുടെ അനുഗ്രഹം കൊടുത്തു. വലിയ നിറവിലേക്ക് യാക്കോബ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, വേറൊരു നിലവിളി നമുക്ക് ക്രൂശിന്മേൽ കാണാൻ പറ്റും. ഈശോയുടെ വലതുഭാഗത്ത് കിടന്നതായ മനുഷ്യൻ അവിടെ പ്രിയപ്പെട്ടവരെ നിലവിളിക്കുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഒരു നിലവിളിയാ. ഒറ്റ നിലവിളിക്കവന് മറുപടി കിട്ടി. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കുമെന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. അവൻ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കള്ളന്റെ ഒറ്റ നിലവിളി, അതിൻ്റെ വാക്യം നോട്ട് ചെയ്തോ? ലൂക്കോസിന്റെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23:42 വാക്യം. ഒറ്റ നിലവിളിയിൽ ഭക്തന്മാരൊറ്റ നിലവിളിച്ച് ഒരു കള്ളൻ നിലവിളിച്ചെങ്കിൽ അവന് ഉത്തരം കിട്ടിയെങ്കിൽ, അനുതാപഹൃദയത്തോടെ നിലവിളിച്ചാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ നടക്കും. മറ്റൊരാളുടെ നിലവിളിയുണ്ട്. അതാരെന്നറിയാമോ? അത് ദാവീദാണ്. സങ്കീർത്തന പുസ്തകം 51:1 വാക്യം. അവിടെ എന്നാ നിലവിളിക്കുന്നത്? അന്യന്റെ ഭാര്യയെ മോഹിച്ച് അവളെ വിളിച്ചു വരുത്തി വ്യഭിചാരം ചെയ്ത് അവളുടെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തതായിരിക്കുന്ന ദാവീദ് പാപബോധം വന്ന നിമിഷത്തിൽ നാഥാൻ പ്രവാചകൻ ബോധ്യം കൊടുത്ത നിമിഷത്തിൽ
ഒരെട്ടിലും വെണ്ണീറിലും ഇരുന്ന് നിലവിളിക്കുകയാണ്. ഓ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. വ്യഭിചാര ദോഷങ്ങൾക്കും അശുദ്ധികൾക്കും തെറ്റായ പ്രണയബന്ധങ്ങൾക്കും അടിമപ്പെട്ട് നടക്കുന്ന ഈ പുതിയ ലോകത്തിലെ അനേകം ആളുകൾ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗം ദുഃഖിക്കുകയാണ്. ആനന്ദത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരാനുള്ള മാർഗം അനുതാപഹൃദയത്തോടെ അടുത്തു വരിക എന്നുള്ളത് മാത്രമാണ്. ദാവീദ് ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയാണ് അവനോട്. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ മായിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ആ പാപത്തിൻ്റെ ശിക്ഷ ദാവീദിൻ്റെ കുടുംബത്തിൽ കടന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദാവീദിൻ്റെ മകൾ താമാറിനെ അമ്നോൻ ബലാത്സംഗം ചെയ്തു. അമ്നോനെ അബ്ശാലോം വെട്ടിക്കൊന്നു. അബ്ശാലോം എന്ന് പറയുന്ന മകനെ ചില ആളുകൾ അടിച്ചു കൊന്നു. വലിയ കണ്ണുനീർ കയത്തിലായി ദാവീദ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് അനുതപിച്ച് അനുതാപഹൃദയത്തോടെ ദാവീദ് ദൈവത്തിൽ നിന്നുള്ള വിളി കേൾക്കുകയാണ്. എൻ്റെ പ്രിയ മകനേ എന്നുള്ളതായ വിളിയിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും മറുപടി കിട്ടും. ദൈവമക്കളെ ആരാധിക്കുന്ന മക്കളെ, അനുദപിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നവനോട് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആ ദിവ്യമായ സ്നേഹത്തിൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ആ മോശം നിലവിളിച്ച് പുറപ്പാട് 15:25 ഒറ്റ നിലവിളിയാ, യഹോവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്ന? നിലവിളി കേൾക്കുന്ന ദൈവം, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ വെച്ച് എൻ്റെ ചെവി കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം കേൾക്കാത്തതിന് കാരണവും പറയുന്നുണ്ട്. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന്. അകൃത്യങ്ങൾ മാറണം, പാപങ്ങൾ മാറണം, ദോഷങ്ങൾ മാറണം, അശുദ്ധികൾ മാറണം, ജീവിതത്തിൽ വിശുദ്ധി വരണം, ദൈവകൃപയുള്ളവരായി മാറണം, ഭക്തിയുള്ളവരായി മാറണം, സ്വർഗയാത്ര നടത്തുന്നവരായി മാറണം. ദൈവത്തിൻ്റെ പൊന്നുനാമം മുടക്കട്ടെ. ഈ ചെവികളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. സദൃശ്യവാക്യം 20:12 കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവയെല്ലാം യഹോവ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഉണ്ടാക്കിയത് യഹോവയാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരങ്ങളിലേക്ക് കൊടുക്കേണ്ടത് ഈശോയുടെ കരങ്ങളിലേക്കാണ്. സമാധാനം തരാൻ കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക്. തകർന്ന വീടുകൾ, സമാധാനമില്ലാത്ത ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് ആ ഈശോയുടെ അടുത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. തകർന്ന ദാമ്പത്യ ബന്ധങ്ങളില്ലേ? അനേക ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നുടഞ്ഞു കിടക്കുകയല്ലേ? കാരണമെന്താ? ഈശോയിൽ നിന്ന് അന്യപ്പെട്ടു പോയതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം 29-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:29 പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ടല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവുകയാണ്. അനേകം ആളുകൾ തിരുവെഴുത്തുകൾ അറിയുന്നില്ല, ധ്യാനങ്ങൾക്ക് കടന്നു പോകുന്നില്ല, വചനം വായിക്കുന്നില്ല, വചനം കേൾക്കുന്നില്ല, കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് അറിയുന്നില്ല. അത് വചനം അനുസരിക്കാത്തതാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചില കല്ലുകൾ മാറ്റണം. മഗ്ദലന മറിയം കടന്നു വന്നപ്പോൾ ആ കല്ലറയ്ക്ക് മുകളിൽ അടുത്തൊരു കല്ല് വച്ചിരിക്കുകയാണ്. ആ കല്ലറ മൂടിയിരിക്കുന്നത് ഒരു വലിയ കല്ല്. അതെടുത്തും ആര് മാറ്റും? പ്രിയപ്പെട്ടവരെ, കല്ല് ആര് മാറ്റുമെന്നോർത്ത് ചെല്ലുമ്പോൾ അത് മാറ്റിയിരിക്കുന്നു എന്ന് അവൾ കാണുകയാണ്. ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് സമയത്ത് ആ കല്ലവിടെ നിന്ന് മാറുകയാണ്. മാലാഖമാരത് മാറ്റുകയാണ്. എല്ലാം മാറ്റിത്തരുന്ന സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന ഈശോയുടെ ദിവ്യമായ ആ സാമീപ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലൊന്ന് കാണണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. അത്യുന്നതനായ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തിൽ തന്നെ. പുറപ്പാട് 15:26 വാക്യം,
എൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് നീ അനുസരിക്കുന്നുവെങ്കിൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ബാധയും ഞാൻ നിനക്ക് വരുത്തുകയില്ല എന്ന്. ഒരു മാർഗമാണ് നിന്റെ പിന്നിൽ അവശേഷിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ കേട്ട് അനുസരിച്ച് ദിവ്യമായ അനുഭവത്തിൽ കൂടെ നടക്കണമെന്ന് ശ്രദ്ധയോടെ കേട്ട് അതനുസരിക്കുന്നുവെങ്കിൽ എന്നാണ്. അനേകം ആളുകൾ ശ്രദ്ധയോടെ കേൾക്കാതെ അനുസരിക്കാതെ പോകുന്ന എത്രയോ ആളുകൾ. വചനം എന്താണെന്നറിയണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് വായിക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം, അത് ഹൃദയത്തിൽ സ്വരൂപിക്കണം. അവിടെ ജീവിതം ധന്യമായി മാറും. അതുകൊണ്ട് ബൈബിൾ വായന ഉണ്ടാകണം. ജീവിതത്തിലെ യാമപ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരെ, ആത്മീയമായ കാര്യങ്ങൾ, ധ്യാനകേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്നതുമെല്ലാം എത്രയോ അനുഗ്രഹകരമായ കാര്യങ്ങളാണ്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയട്ടെ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തെ കൊടുക്കട്ടെ. അതിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആ 26-ാം അധ്യായത്തിൽ ഈ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു മരക്കൊമ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ആ മരക്കൊമ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെള്ളത്തിലിട്ടോളാൻ. ആ മരക്കൊമ്പെടുത്തിട്ട് മോശ എന്തു ചെയ്തു എന്നറിയാമോ? ആ മരക്കൊമ്പ് ആ കയ്പ് നിറഞ്ഞതായ വെള്ളത്തിലേക്കിട്ടു. 25-ാം വാക്യം. Then Moses cried out to the Lord, and the Lord showed him a piece of wood. He threw it into the water and it became fit to drink എന്നാണ് അവിടെ പറയുന്നത്. അവൻ ആ വെള്ളത്തിലേക്ക് ഈ മരക്കമ്പങ്ങിട്ടപ്പോ ആ വെള്ളം കുടിക്കാൻ പാകത്തിനായി മധുരമുള്ളതായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിലേക്ക് ഇടുന്നതായ മധുരക്കൊമ്പാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. വചനമെന്ന് പറഞ്ഞാൽ ഈശോയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ തിരുവചനത്തിൻ്റെ അടുത്താണ് നാം കടന്നു വന്നിരിക്കുന്നത്. മാർത്തയോട് പറയുന്നുണ്ട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടുവല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ കാൽപാദത്തിൽ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹീതമാണ്. അത് വിലയേറിയതാണ്. ഏതെല്ലാം ആവശ്യഭാരങ്ങളാണോ ജീവിതത്തിലുള്ളത്, അത് ഇന്ന് ഈ പകൽ സമർപ്പിച്ചു കൊടുക്കണം. ആ സന്നിധി വിട്ട് മാറുന്നതിന് മുമ്പ് ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ എല്ലാം ഏറ്റെടുക്കണം. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുമെന്ന് ആഗ്രഹത്തോടെ ആരൊക്കെയാണോ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരോടെ നിലവിളിക്കുന്നത്, നിശ്ചയമായിട്ടും പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ഈശോയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അകത്ത കണ്ണാണ് തുറക്കേണ്ടത്. അത്ഭുത സൗഖ്യമാണ് വരുന്നത്. അതിൻ്റെ താഴെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. മാരക രോഗങ്ങളിലോ പ്രതിസന്ധികളിലോ കടന്നു വന്ന ഏതെങ്കിലും മക്കളുണ്ടോ? പരിഹരിക്കപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്ന ഈശോയുടെ സന്നിധിയിലാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, മനസ്സൊന്ന് ഏകാഗ്രമാക്കി കൊടുക്ക്, സകല പാപങ്ങളെയും ഉപേക്ഷിക്ക്, ഒരു അനുതാപ ഹൃദയത്തോടെയുള്ള നല്ലൊരു കുമ്പസാരം നടത്ത്, പരിശുദ്ധ കുർബാന അനുഭവിക്ക്. അതിൽ നിന്നൊരിക്കലും മാറി നിൽക്കാതെ കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ കുർബാന അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ആ ഈശോ ഹൃദയത്തിൽ വാഴുന്ന അനുഭവം അങ്ങനെയാണ് സംജാതമാകുന്നത്. പാപത്തെ ഉപേക്ഷിച്ച് ഈശോയെ കുർബാന വഴിയായി ഹൃദയത്തിൽ സ്വീകരിച്ച് ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്ക് സൗഖ്യമുണ്ട്, അവർക്ക് മനഃശാന്തിയുണ്ട്, അവർക്ക് വിടുതലുണ്ട്, അവർക്ക് അനുഗ്രഹങ്ങളുണ്ട്. നിത്യമായ വിശ്രമ സ്ഥലങ്ങളിലേക്കാണ് അവരുടെ ഓട്ടം. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ലെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:26 ഈശോ മിശിഹാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരക്കൊമ്പ് വീണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കലങ്ങി മറഞ്ഞ ഹൃദയങ്ങളിലേക്ക് വീഴുന്നതായ ആ മരക്കൊമ്പ് ഇതാ പ്രതിസന്ധികളെ മാറ്റുകയാണ്, പ്രശ്നങ്ങളെ മാറ്റുകയാണ്, ആകുലങ്ങളെ മാറ്റുകയാണ്, വേദനകളെ മാറ്റുകയാണ്, കടഭാരങ്ങളെടുത്ത് മാറ്റുകയാണ്, പ്രതിസന്ധികൾക്ക് പരിഹാരം തരികയാണ്. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം.
അത്ഭുത കരം നീട്ടിയിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ സ്ഥലത്ത് പരിശുദ്ധ മാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥ വഴിയായി അനുഗ്രഹങ്ങൾ വ്യാപരിക്കുകയാണ്. സ്വർഗീയ മധ്യസ്ഥ നടക്കുകയാണ്. സ്വർഗത്തിൽ അനേക കോടി വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് ഉൾപ്പെടെയുള്ള എത്രയോ പുണ്യവാന്മാർ സ്വർഗത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പാപിയുടെ മനസ്സന്തരത്തിന് വേണ്ടി അനുതാപഹൃദയത്തോടെ സന്നിധിയിലേക്ക് ഒരു നിമിഷം കടന്നു വരാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കൈപ്പേറിയ ജീവിതങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക്, ഈശോയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? ദൂരെയും ചാരയുമായിട്ട് വചനം കേൾക്കുന്ന സകല ആളുകളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? കുറേ നേരമായി ഇരിക്കുന്നു. പറ്റുന്നവരൊക്കെയും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് എല്ലാ മക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ഒരു നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഈശോയുടെ ദിവ്യമായ സാമീപ്യത്തിന്റെ ശക്തി എല്ലാ മക്കളും കണ്ടാട്ടെ. ചിന്തകള്, ആത്മഹത്യപരമായ ചിന്തകള്, ആത്മഹത്യ ചെയ്ത ഈശോ മാറ്റിത്തരികയാണ്. കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈശോ എടുത്തു മാറ്റുകയാണ്. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഈശോയുടെ ദിവ്യമായ കരം നമ്മെ തൊടുകയാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നടക്കാത്ത ചില മക്കളുടെ കണ്ണുനീരുകൾ ദൈവം കാണുകയാണ്. സാമ്പത്തിക കെടുതികളെ ദൈവം മാറ്റി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് കടഭാരങ്ങളെ മാറ്റിത്തരുന്ന മാരക മക്കള് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രയാസങ്ങൾ മാറട്ടെ, കണ്ണുനീരുകൾ മാറട്ടെ, ചിന്ത മാറട്ടെ. മക്കളെ ഓർത്തുള്ള പ്രയാസങ്ങൾ ഈശോ ഏറ്റെടുക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിലെ വീഴ്ചകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ ഈശോ എടുത്ത് മാറ്റുകയാണ്. അരുതാത്ത വാക്ക് പറയുന്ന ശീലങ്ങൾ ഈശോ എടുത്ത് മാറ്റുകയാണ്. ഹൃദയത്തോടെ ഒന്ന് വിളിച്ച് തൊടുന്നതായി കണ്ട് എല്ലാ മക്കളും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാനൊരു പാപിയാണ്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഏൽപ്പിച്ചു കൊടുത്തേ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്ക്. ഈ ഈശോയുടെ സ്വീകരിച്ചാട്ടെ. പിതാവിൻ്റെയും അത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളാലും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങളിൽ അകറ്റി ഈശോ നിങ്ങളെടുത്ത് മാറ്റുമാറാകട്ടെ. എല്ലാ രോഗാണുക്കൾ
ബലഹീനതകളോ രോഗശക്തികളോ എല്ലാ അനുഭവങ്ങളും മാറ്റി പുതുക്കത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നന്മകളാലും നിറയ്ക്കുമാറാകട്ടെ. സൗഖ്യവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിർബാധം സൂക്ഷിച്ചാട്ടെ. വലിയ കൃപ വ്യാപരിക്കട്ടെ. സ്വർഗീയ ഈശോയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ബോധത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സൗഖ്യത്തിന്റെ ആത്മാവ്, വരിക വരിക ആത്മാവേ, ഓ പാവനാത്മാവേ, നിറയുക നിറയുക എന്നിൽ നീ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടാമോ? വരിക വരിക ആത്മാവേ, ഓ പാവനാത്മാവേ, നിറയുക നിറയുക എന്നിൽ നീ പരിശുദ്ധാത്മാവേ. അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതായ വന്യ വൈദിക ശ്രേഷ്ഠരെ, ചുമതലക്കാരെ, ഡയറക്ടർ അച്ഛനെയും മറ്റ് ചുമതലയിലുള്ള എല്ലാ അച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. ശുശ്രൂഷകരെ, സുവിശേഷകരെ, പാട്ടുകൾ പാടി അനുഗ്രഹിച്ച ദാസന്മാരെ